ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീനയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കൂവ എന്ന് പറയുന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പഴയകാല വീട്ടുതൊടികളിലെല്ലാം സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നായിരുന്നു കൂവ. കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് കൂവ. കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, വൈറ്റമിനുകളായ എ, സി, പിന്നെ നിയാസിൻ, തയാമിൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ കൂവ എന്ന് പറയുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പഴമക്കാർ ഇതിനൊരു ഔഷധ സസ്യമായിട്ട് കണക്കാക്കി പോന്നിരുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് ആരോറൂട്ട് എന്നാണ് പറയുന്നത്. കൂവ ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. ഇത് ഉണക്കിപ്പൊടിച്ച് ഭക്ഷണ രൂപത്തിൽ ഉപയോഗിക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ചേരുന്ന ആരോഗ്യ ഗുണങ്ങളുള്ള ഭക്ഷണ വസ്തുവാണിത്. സ്റ്റാർച്ച് അടങ്ങിയ ഇത് ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആരോറൂട്ട് ബിസ്ക്കറ്റ് എന്നുള്ളതായിരിക്കും നമ്മളുടെ കൂട്ടത്തിൽ പലർക്കും ഇപ്പോൾ അറിയാവുന്നത്. ഇത് മുറ്റത്ത് വളരുന്ന കൂവയിൽ നിന്നാണ് എടുത്തതെന്ന് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. നല്ല ശുദ്ധമായ കൂവപ്പൊടി കുറുക്കി കഴിക്കാം. ഇത് പൊതുവെ കൂവനൂറ് എന്നാണ് പറയപ്പെടുന്നത്. പാലും ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുന്നത് സ്ത്രീകളുടെ ആഘോഷമായ തിരുവാതിരയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കൂവ വയറിൻ്റെ ആരോഗ്യത്തിന് മികച്ചൊരു ഭക്ഷണ വസ്തുവാണ്. ദഹിക്കാൻ വളരെ എളുപ്പമുള്ളത് എന്നത് തന്നെയാണ് ഈ ഭക്ഷണത്തെ വയറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാക്കുന്നത്. ഇതിൽ സ്റ്റാർച്ചാണ് വയറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് കേട്ടോ. ഇത് ദഹനപ്രശ്നങ്ങൾക്ക് ഏറെ നല്ലതാണ്. ഛർദി, വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾക്കും ഇത് അത്യുത്തമമാണ് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഇത് ഒരുപോലെ സഹായകമാണ്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അതായത് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഇങ്ങനെയുള്ള തോന്നലുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ കൂവ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ pH അഥവാ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ കൂവ അത്യുത്തമമാണ് കേട്ടോ. ഇതിൽ കാൽസ്യം ക്ലോറൈഡ് ഉണ്ട്. ഇതാണ് ഇതിന് സഹായിക്കുന്നത്. ഇത് കുട്ടികൾക്ക് നൽകുന്നതും മുതിർന്നവർ കഴിക്കുന്നതുമെല്ലാം ഹീമോഗ്ലോബിൻ കൂടാൻ സഹായിക്കും. ധാരാളം അയൺ അടങ്ങിയ ഇത് വിളർച്ചയ്ക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് കേട്ടോ. കുട്ടികളിലും കുഞ്ഞുങ്ങളിലും രക്തോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വസ്തുവാണിത്. അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് അമ്മമാർ എപ്പോഴും ആരോറൂട്ട് ബിസ്ക്കറ്റ് കൊടുക്കാറുള്ളത്. ഗർഭിണികൾക്ക് കഴിക്കാവുന്ന ഏറ്റവും ഉത്തമമായ ആഹാര വസ്തുക്കളിൽ ഒന്നാണ് കേട്ടോ ഈ കൂവ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഫോളേറ്റ് ധാരാളമുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് ഏറെ അത്യാവശ്യമാണ് ഫോളേറ്റ്. 100 ഗ്രാം ആരോറൂട്ടിൽ ദിവസം ശരീരത്തിന് വേണ്ട ഫോളേറ്റിൻ്റെ 84% അടങ്ങിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഫോളേറ്റും വൈറ്റമിൻ B12 കോശവളർച്ചയ്ക്കും DNA രൂപീകരണത്തിനും സഹായിക്കുന്നു. കുഞ്ഞുങ്ങളിൽ നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. ഗർഭകാലത്തുണ്ടാവുന്ന മലബന്ധത്തിനും ഛർദിക്കുമെല്ലാം നല്ലൊരു പരിഹാരമാണ് കേട്ടോ നമ്മുടെ കൂവ എന്ന് പറയുന്നത്. മസിലിൻ്റെ ആരോഗ്യത്തിനും ഉറപ്പിനുമെല്ലാം ഇത് മികച്ച ഭക്ഷണവുമാണ്. ഇതിലെ പ്രോട്ടീനാണ് പൊതുവെ ഈ ഗുണം നൽകുന്നത്. പ്രോട്ടീൻ സമ്പുഷ്ടമായ കൂവയുടെ 8 ഔൺസ് ദിവസവും ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ്റെ 19% നൽകുന്നുമുണ്ട്. ഗ്ലൂട്ടൻ അലർജിയുള്ളവർക്ക് ചേർന്നൊരു ഭക്ഷണ വസ്തുവാണ് കൂവ. ഗ്ലൂട്ടൻ ഫ്രീ ഭക്ഷണമാണ് ഇത്. അതായത് ഗോതമ്പിലും മറ്റും അടങ്ങിയിരിക്കുന്ന ചിലരിൽ അലർജിക്ക് കാരണമാകുന്ന ഘടകമാണ് കേട്ടോ ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ ഗോതമ്പിന് പകരം ആശ്രയിക്കാവുന്ന ഒന്നാണ് ഈ കൂവ. പ്രമേഹത്തിനും ഏറെ നല്ലൊരു ഭക്ഷണമാണ് ഈ കൂവ എന്ന് പറയുന്നത്. കാൽസ്യം സമ്പുഷ്ടമായ ആരോറൂട്ട് അഥവാ കൂവ എല്ലുകളുടെ ആരോഗ്യത്തിന് മികച്ചൊരു ഭക്ഷണ വസ്തുവാണ് കേട്ടോ. ഇതിൽ കാൽസ്യം എല്ലുകൾക്ക് ഉറപ്പും ബലവും എല്ലാം നൽകും. എല്ല് തേയുന്നതിനും മറ്റുമുള്ള പ്രകൃതിദത്ത ഭക്ഷണ പരിഹാരങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ കൂവ. എല്ലുകളുടെ ബലത്തിന് സഹായിക്കുമെന്നതിനാൽ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് മികച്ചത് കൂടിയാണ് കേട്ടോ. കൂവയിൽ വെള്ളമൊഴിച്ച് ശർക്കരയിട്ട് കുറുക്കി തേങ്ങാപ്പാൽ ചേർത്തോ തേങ്ങ ചിരകിയിട്ടതോ നല്ല ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂവ പായസം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതല്ലാതെ പാലും പഞ്ചസാരയും ചേർത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും ആരോഗ്യകരമായ ഒരു ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കുറുക്ക്. കൂവയുടെ ശാസ്ത്രീയ നാമം കുർക്കുമ അംഗസ്റ്റിഫോളിയ എന്നാണ് കേട്ടോ. പുരാതന കാലത്ത് കരീബിയൻ ദ്വീപുകളിലെ നിവാസികൾ കൂവയ്ക്ക് ആഹാരത്തിൽ ആഹാരം എന്നർത്ഥം വരുന്ന അരു എന്നാണ് പേരിട്ടിരുന്നത്. പണ്ടുകാലം മുതൽ അമ്പേറ്റ മുറിവ് ഉണങ്ങാനും മുറിവിലൂടെയുള്ള വിഷബാധ തടയാനും കൂവക്കിഴങ്ങിൻ്റെ നീരരച്ച് പുരട്ടിയിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാവാം കൂവയ്ക്ക് ആരോറൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പേര് ലഭിച്ചത്. കൂവപ്പൊടി വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ്, ഹൽവ, കേക്ക്, ഐസ്ക്രീം പോലുള്ള ബേക്കറി ഉൽപ്പന്നങ്ങളിൽ കൂവപ്പൊടി ഉപയോഗിക്കുന്നു. പലതരം മരുന്ന് ഗുളികകൾ, പ്രത്യേകതരം പശ, ഫേസ് പൗഡർ എന്നിവ നിർമ്മിക്കുന്നതിലും കൂവപ്പൊടി ചേർക്കാറുണ്ട്.
കൂവയില കന്നുകാലികൾക്ക് ആഹാരമാണ്. അന്നജം വേർതിരിച്ചെടുത്ത കിഴങ്ങിൻ്റെ അവശിഷ്ടം കാലിത്തീറ്റയായും കോഴിത്തീറ്റയായും വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂവക്കിഴങ്ങ് അരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ടേ മാവ് അടിഞ്ഞു കിട്ടുന്ന തെളിവെള്ളം ഉണ്ടല്ലോ, അത് നല്ലൊരു കീടനാശിനിയാണ് കേട്ടോ. മൂത്രാശയ രോഗങ്ങൾക്കും കൂവ നല്ലതാണ്. പാനീയമാക്കി കഴിക്കുന്നത് മൂത്രച്ചൂട് അല്ലെങ്കിൽ മൂത്രക്കല്ല് ഇവയ്ക്കൊക്കെ ഉത്തമമാണ് കേട്ടോ. കൂവ പ്രധാനമായിട്ട് 3 തരമുണ്ട് കേട്ടോ. നീലക്കൂവ, മഞ്ഞക്കൂവ, വെള്ളക്കൂവ. കൂവയുടെ പൂക്കൾക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ് കേട്ടോ. കാണാൻ വളരെ അഴകുള്ളതാണ്. ശരീരത്തെ തണുപ്പിക്കാനും ഉഷ്ണരോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള അപൂർവ കഴിവുള്ള ഈ കൂവയെ ഇനിയെങ്കിലും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂവയുടെ ഔഷധ ഗുണങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുകൂടാതെ ഏറ്റവും അവസാനം വരുന്ന എൻഡ് സ്ക്രീൻ വീഡിയോയിൽ ഇതുപോലെയുള്ള മറ്റ് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻഡ് സ്ക്രീനിലൊന്ന് പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.